ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദിലീപ്, മഞ്ജു വാര്യർ, അതുപോലെ മകൾ മീനാക്ഷി, ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. മകളുടെ പിന്നാലെയാണ് ഇപ്പോൾ ഈ മീനാക്ഷി എന്ന് പറയുന്ന മകളുടെ പിന്നാലെയാണ് സിനിമാ താരങ്ങൾ ക്യൂ നിൽക്കുകയാണ് എന്നൊക്കെയാണ് ആരാധക വൃന്ദങ്ങൾ പറയുന്നത് കേട്ടോ. ദിലീപിന് ശരിക്കും മകളെ കുറിച്ച് അഭിമാനിക്കാം. സ്ഥിര വരുമാനമുള്ള ആളാണ് മകൾ എന്നാണ് ദിലീപ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് പോലും. ബാക്കി എല്ലാവർക്കും സ്ഥിര വരുമാനമില്ല അല്ലേ. അപ്പോൾ കൊച്ചിയിലാണ് ഈ മീനാക്ഷി ജോലി നോക്കുന്നത്. ആസ്റ്റർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് മീനാക്ഷി പ്രവർത്തിക്കുന്നത് കേട്ടോ. MBBS ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനാക്ഷിയെയും ഈ മഞ്ജു വാര്യരെയും അതുപോലെ ദിലീപിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നത് MD കൂടി എടുക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് വലിയൊരു ക്ലിനിക്ക് ഇട്ട് കൊച്ചിയിൽ തന്നെ വലിയ വലിയ ക്ലിനിക്കുകളൊക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല സ്ഥിര വരുമാനം മാത്രമല്ല വലിയൊരു ബിസിനസ് ആക്കി മാറ്റും കൂടി ഇത് ചെയ്യാം അല്ലേ. അടുത്തിടെ തന്നെ ഈ മീനാക്ഷി കുറേ വീഡിയോസ് ഇട്ടിരുന്നു സർജിക്കൽ പ്രോസസ്സിനെ കുറിച്ചിട്ടും അതിനെ കുറിച്ച് പറയുന്ന കാര്യം കുറേ ചിത്രങ്ങളും വൈറലായിരുന്നു. ചർമ്മരോഗ വിദഗ്ധയാണ് ശരിക്കും മീനാക്ഷി. അതുകൊണ്ട് തന്നെ ആരാധകർ പറയുന്നത് എന്താണ്, സിനിമാക്കാരുടെ ഒരു നീണ്ട നിര തന്നെ മീനാക്ഷിയെ വിളിക്കുവാനും കാണുവാനും ഒക്കെ ചെല്ലുന്നുണ്ട്. മീനാക്ഷിയുടെ ഈ വീഡിയോയും കൂടി പുറത്തിറങ്ങിയപ്പോൾ മഞ്ജു വാര്യർ പോലും മീനാക്ഷിയെ വിളിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. തെളിവില്ല, പറയപ്പെടുന്നുണ്ട്. വളരെ ട്രെൻഡിങ് ആണ് ശരിക്കും ഇപ്പൊ ചർമ്മരോഗത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പൊ എല്ലാവരും അല്ലേ. നടന്മാരാണ് ഇവര് പറയേ വേണ്ടത്, ഇതിന്റെ പുറകെ തന്നെയാണ്. ഇപ്പൊ ദിലീപിനാണെങ്കിൽ ഇനിയിപ്പോ കാശ് കൊടുത്ത് പുറത്തേക്കൊന്നും പോകേണ്ട, മകൾ തന്നെ വീട്ടിലുണ്ട്. സിനിമയിൽ സജീവമാകാൻ ആര് തന്നെ ചിന്തിക്കുകയാണെങ്കിലും ആദ്യം ഇത് ചെയ്യും, എല്ലാവരും ചെയ്യും. ഒരു 99.999% ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. ഒരു 0.1% ആൾക്കാർ മാത്രമാണ് ഇത് സജീവമാകാൻ ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ അവർ സജീവമാകുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ രേണുസുതി തന്നെ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. ആ സിനിമയിൽ കയറാനുള്ള ആ മോഹം കൊണ്ട് തന്നെയാണ്. ദിലീപിന്റെ വലിയ നേട്ടം തന്നെയാണ് ശരിക്കും ഈ മകള്. അപ്പോൾ പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് പറയാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീനാക്ഷി ഡോക്ടറായിട്ട് കോൺവോക്കേഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലേ. ഡോക്ടറായി കഴിഞ്ഞ് ഒരു ചടങ്ങാണ് അത്, കോൺവോക്കേഷൻ. അതില് സ്വന്തം അച്ഛനും അമ്മയും അനിയത്തി അനിയനും എല്ലാവരും കൂടിയൊക്കെ വരും, വന്നിരുന്ന് ഈ ചടങ്ങൊന്ന് കാണും കുട്ടിയുടെ. ഇത്രയും കാലം പഠിച്ച ആ ചടങ്ങാണല്ലോ. ആ ചടങ്ങിന് മഞ്ജു വാര്യർ എത്തിച്ചേർന്നില്ല. ശരിക്കും ഒരമ്മ എന്ന രീതിയിൽ മഞ്ജു വാര്യർ ശരിക്കും ഫെയിലായിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ. ഒരു കുട്ടിയുടെ കൗമാരം മുഴുവൻ തച്ചുടച്ച ഒരു അമ്മയാണ് മഞ്ജു വാര്യർ. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു നേട്ടം ഉണ്ടായപ്പോൾ അത് കാണാൻ പോലും ചെന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമായി പോയി മഞ്ജു വാര്യർ. ശരിക്കും ഒരമ്മ എന്ന നിലയിൽ എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് വേദനിച്ചൊരു സംഭവം തന്നെയാണ്. നമുക്ക് നമ്മുടെ മക്കള് അല്ലേ വലുതായി അവരെന്തെങ്കിലും ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പോലെ മുട്ടുസൂചി കിട്ടുക എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഓടിച്ചെല്ലും. നമുക്ക് നേരെ ഇല്ലാത്ത അമ്മമാര് പോലും ഓടിച്ചെന്ന് ഫോട്ടോ പകർത്തുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മഞ്ജു വാര്യർ അതല്ല. ശരിക്കും ആരോടും ഒരു കൂറില്ലാത്തൊരു സ്ത്രീ തന്നെയാണ് മഞ്ജു വാര്യർ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വിവാഹമോചനത്തിന് ശേഷം ദുഃഖപുത്രി ആവാതെ ജീവിച്ചു. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ ആള് സ്വന്തം യാത്രകളും റൈഡുകളൊക്കെ ആയിട്ട് ജീവിതം അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ അഡ്വഞ്ചർ വിഭാഗത്തിൽ പെടുന്ന BMW R1 R1250 GSI ബൈക്കിൽ മഴയത്ത് ധനുഷ്കോടിയിലേക്ക് തനിച്ചു പോകുന്ന ഒരു നടിയുടെ വീഡിയോ എല്ലാവരും കണ്ടിരുന്നു അല്ലേ. അത് വീഡിയോ പകർത്താൻ വേറൊരു കാറൊക്കെ ഉണ്ട്. ആള് തനിച്ചൊന്നുമല്ല. പക്ഷേ നമ്മളെ കാണിക്കുന്നത് തനിച്ചു പോകുന്നതാണ്. അജിത്തിനൊപ്പം അഭിനയിക്കുമ്പോഴാണ് ഈ ബൈക്ക് റൈഡ് പ്രിയം തോന്നിയെന്നാണ് ആള് പറയുന്നത്. അജിത്തിന്റെ ക്ഷണപ്രകാരമാണ് ഈ ലഡാക്ക് യാത്രയ്ക്ക് മഞ്ജു പോയത്. ഒരു കൂട്ടം ആൾക്കാർ തന്നെ പോയിരുന്നു കേട്ടോ. അജിത്തിന്റെ റേസിംഗ് പിറ്റിലേക്കും ഈയിടെ ഒരു ക്ഷണം കിട്ടുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ സന്ദർശനം നടത്തുന്ന നടിയെയും നമ്മൾ ഫോട്ടോസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ നടി പറയുന്നത് എന്താണ്, നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്ന കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്തണമെന്ന് കാണിച്ചു തന്നതിന് അജിത്ത് സാറിന് നന്ദി എന്നാണ് പറയുന്നത്. അതുപോലെ റേസിംഗ് പിച്ചിലേക്ക് ക്ഷണിച്ചതിന് നന്ദിയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഓക്കെ, ഇത് സംഭവം ശരി തന്നെ. പക്ഷെ നമുക്ക് കുറെ അഡ്വഞ്ചേഴ്സും നമുക്ക് കുറെ പാഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കുട്ടിയെ ജന്മം കൊടുക്കരുത്. ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ പാഷൻസ് കുറെ ഉണ്ടാവും. അതിനെ കൂടുതൽ പരിപോഷിക്കാനായിരിക്കണം പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരമ്മ എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പേര് ഇപ്പൊ എന്നെ വേണമെങ്കിൽ കുറ്റം പറയുമായിരിക്കും. ഒരമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കൂടുതൽ പ്രാധാന്യം നമ്മൾ ആരെയാണോ ജനിപ്പിച്ചിട്ടിരിക്കുന്നത്, അവര് പറഞ്ഞിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടത് അല്ലേ. അപ്പൊ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ജനിപ്പിച്ചിട്ടതാണ് ആ കുട്ടിയെ. അപ്പൊ നമ്മൾ അവരെ നന്നായി ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ആ കുട്ടിയെ നേരായ വഴിക്ക് നടത്തുകയും അതുപോലെ ആ കുട്ടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ഒരു 18 വയസ്സ് വരെയെങ്കിലും സഹായം ചെയ്തു കൊടുക്കുകയും അമ്മയുടെ കടമയാണ്. ആ കടമയൊന്നും നിർവഹിക്കാതെ സ്വന്തം പാഷൻ, എനിക്ക് ബൈക്ക് റൈഡിന് പോകണം, അല്ലെങ്കിൽ എനിക്ക് കുറെ എഴുതണം, എനിക്ക് കുറെ നന്നായി അഭിനയിക്കണം, ഇതൊക്കെ
ചെയ്യുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് സ്വന്തം കുടുംബത്തെ തന്നെ ഒപ്പം നിർത്തിക്കൊണ്ടായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത്. സ്വന്തം മക്കളെ വലിച്ചെറിഞ്ഞിട്ട് പോയിട്ട് എനിക്ക് കുറെ പാഷൻസ് ഉണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാ ഇഷ്ടം. ഞാൻ കുറെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിച്ചിട്ട് ഒരു അർത്ഥവുമില്ല. ഇതിലൊന്നും എനിക്ക് ഇത്ര നന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എത്ര ഉയർത്തി പറഞ്ഞാലും നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ എന്റെ വായിക്കൊണ്ട് അത് വരില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ആ സ്ത്രീ ചെയ്തത് മഹാ തെറ്റ് എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എല്ലാവരും അതിന് ബാഡ് കമന്റ് ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നു സ്വപ്നങ്ങൾക്ക് പിറകെ പോകാൻ പഠിപ്പിച്ചവളെന്ന് പറയുന്നു. അപ്പൊ സ്വന്തം മകളെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാൻ പഠിപ്പിക്കാത്ത ആൾക്കാർ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ വരുന്നത് എന്ന് എനിക്കറിയില്ല. നമ്മൾ ജനിപ്പിച്ചിട്ട മക്കളെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവരെ വിളിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തോന്നി. ഞാൻ ഉടനെ കല്യാണം കഴിച്ച് ആ ജീവിതമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ തോന്നി. ആസ്വദിച്ച് കഴിഞ്ഞ് അത് വേണ്ടാന്ന് വെച്ചു. ആ ജീവിതം മതിയായി മടുത്തുപോയി. അപ്പൊ എനിക്കൊരു കുട്ടീനെ ഉണ്ടാക്കാൻ തോന്നി. അപ്പൊ ആ കുട്ടീനെ ഉണ്ടാക്കി. ആ കുട്ടിയായിട്ട് കുറച്ച് കുറച്ച് കാലം ജീവിക്കാൻ തോന്നി. കുറച്ച് കാലം ജീവിച്ചു. അതും മടുത്തു. അതിനും വലിച്ചെറിഞ്ഞു. ആദ്യം ഒളിച്ചോടാൻ തോന്നിയിരുന്നു കുറെ. അങ്ങനെ ഒളിച്ചോടിപ്പോയി. അങ്ങനെ കുറെ കുറെ ജീവിതങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതൊക്കെ മതിയാക്കി. ഇനി എനിക്ക് കുറച്ച് പാഷൻസ് ഉണ്ട്. ഇനി ഞാൻ സ്വന്തമായിട്ടൊന്ന് അഭിനയിക്കട്ടെ. ഞാൻ കുറെ പൈസ ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങി പോകുന്നതാണോ അതാണോ സ്ത്രീത്വം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. അന്ന് ഇതൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ ഇപ്പോഴെങ്കിലും ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടായിട്ട് ഞാൻ പറയാണ്. നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. എത്ര വേണേലും കല്യാണം കഴിച്ചോളൂ. പക്ഷേ കുട്ടികളെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ആ കുട്ടിയെ പരിപാലിക്കാനുള്ള ശേഷി എനിക്കുണ്ടോ എന്നുണ്ടായിട്ട് മാത്രം കുട്ടികളെ ഉണ്ടാക്കുക. അതായത് നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കണ്ട. ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് ല്ലേ? അതൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കുക. അല്ലാതെ ഒരു കുട്ടീനെ ജനിപ്പിച്ചിട്ടും കഴിഞ്ഞ് ആ കുട്ടിയെ നോക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന അമ്മ നിങ്ങളാവരുത്. ഇനിയെങ്കിലുള്ള പെൺകുട്ടികൾ അങ്ങനെ ആവരുത്. സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് കുറച്ചു കാലം എനിക്ക് കുറച്ചു കാലം അടിച്ചു പൊളിക്കണം. ഒന്ന് എങ്ങനെയാണ് ഒളിച്ചോടി പോവാ? ആ ഒരു സുഖം നമുക്കൊന്ന് ആസ്വദിക്കാം. കല്യാണം കഴിക്കുന്ന സുഖം ആസ്വദിക്കാം. കുട്ടികളുടെ സുഖം ആസ്വദിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ! ഈ സുഖമൊന്നും ശരിയല്ല ട്ടോ. എനിക്കിങ്ങനെ അടച്ചുപൂട്ടി വീട്ടിലിരിക്കാനൊന്നും ഇഷ്ടമല്ല. വീട്ടമ്മയാവാനൊന്നും ഇഷ്ടമല്ല. ഞാൻ വീണ്ടും പോയിട്ട് അഭിനയിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളിൽ ഒരാളാണ് മഞ്ജു വാര്യർ എന്ന് തന്നെ പറയാം. എന്നിട്ട് ഈ പറയുന്ന അമ്മമാര് സ്വന്തം മക്കളെ നോക്കി വീട്ടിലിരിക്കുന്ന അമ്മമാരാണ് ഈ മഞ്ജു വാര്യരെ പുകഴ്ത്തുന്നത്. ഞങ്ങൾക്ക് എന്താണ് സ്വപ്നം കാണാൻ പഠിപ്പിച്ചവൾ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എന്ത് സ്വപ്നമാണ് കാണാൻ പഠിപ്പിച്ചത്? നിങ്ങൾ നിങ്ങളുടെ മക്കളെ വലിച്ചെറിഞ്ഞിട്ട് പോയിക്കോളൂ. അതന്നെയാണ് പറ്റുള്ളൂ. അപ്പൊ വേറൊരാള് ചെയ്തിട്ടുണ്ട് കമന്റ് ചെയ്തിട്ട് ജീവിതത്തില് ഒന്നിനോട് വിധേയത്വമില്ലാത്ത ഒരു സ്ത്രീയാണ് മഞ്ജു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേറൊരാള് കമന്റ് ഇട്ടിരിക്കുന്നത്. ശരിക്കും എനിക്കും അതേ അഭിപ്രായം തന്നെയാണുള്ളത്. നമുക്ക് ഓരോരോ ജീവിതങ്ങൾ മടുക്കുമ്പോൾ പണ്ടൊക്കെ ആൾക്കാർ കാശിക്ക് പോവും, രാമേശ്വരത്തൊക്കെ പോവും. അതേപോലെയാണ് മഞ്ജു വാര്യർ കാശിക്ക് രാമേശ്വരത്തല്ല പോയത്, സിനിമയിലേക്ക് തിരിച്ചുപോയി വീണ്ടും ഇതൊക്കെ. അപ്പോൾ പോട്ടെ, സിനിമയിൽ തിരിച്ചുപോയി അഭിനയിച്ചു എന്നൊക്കെ. ആ കുട്ടിയുടെ കോൺവെക്കേഷൻ ചടങ്ങിനെങ്കിലും ചെല്ലാമായിരുന്നു. ആ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി കാണാമായിരുന്നു അല്ലേ? ആ കുട്ടിക്ക് എത്ര സന്തോഷമായിരിക്കും അത്. ആ കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും കാണണം. കാരണം ഒരമ്മ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു കുട്ടികൾക്കും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ജീവിതമാണെങ്കിലും നമ്മുടെ മക്കളുടെ ജീവിതമാണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഒരു 10 ദിവസം കണ്ടില്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ അമ്മ നല്ലൊരു ഇത് തന്നെ മനസ്സിൽ നിന്ന് തന്നെ അവർക്ക് മാഞ്ഞു പോകും. അപ്പൊ നമ്മളാണ് അവർക്ക് ഇപ്പൊ മഞ്ജു വാര്യർ സ്വന്തം അമ്മേനെ നെഞ്ചത്തോട് ചേർത്ത് നിർത്തിയിട്ടാണ് കൊണ്ട് നടക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? ഒരവസരത്തിൽ അമ്മേനെ വലിച്ചിട്ട് പോയ ആളാണ്. എനിക്ക് അമ്മ വേണ്ടാന്ന് പറഞ്ഞ് ഓരോരുത്തരൊപ്പം ഇറങ്ങിപ്പോയ ആളാണ്. ആ ആള് ഇപ്പൊ അമ്മേനെ ചേർത്ത് പിടിക്കുമ്പോ അമ്മ വരുന്നുണ്ട്. ഇല്ലേ? അപ്പൊ അവർക്ക് അച്ഛനും അമ്മേനും വേണം. ഈ കുട്ടിക്ക് പാടില്ല എന്നുള്ളതാണോ അതിൽ നിന്ന് തെളിവാകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും ഈ മീനാക്ഷി എന്ന് പറഞ്ഞ ഒരു കുട്ടി, ആ കുട്ടിയുടെ അവസ്ഥ ഭയങ്കര ഇതേപോലത്തെ കുട്ടികൾ കുറെ ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത്, ആ ലൈഫ് കാണുന്നത് മീനാക്ഷിയുടെയാണ്. ആ കുട്ടിയെ ഇത്രയും നല്ലൊരു അച്ഛൻ ഉള്ളത് കൊണ്ട് തന്നെ ആ അച്ഛനെ ഈ കുട്ടിയെ വളർത്തി വലുതാക്കി ഇതുപോലെ ആക്കി തീർത്തു. ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും?